താനിയുടെ ഫാദർ മരിക്കുന്ന സമയത്ത് താനിയുടെ കൈ സുരീന്ദർ സാനിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു റിക്വസ്റ്റ് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് താനി അവിടെ റിലേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. തുടക്കത്തിൽ അവിടെ ഒരു സ്നേഹവും ഒരു ഇൻറ്റിമസിയും ഒരു പാഷനും ഒന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ റിലേഷൻഷിപ്പ് പതിയെ അങ്ങ് മുന്നോട്ട് പോവുക, കംപ്ലീറ്റ്ലി എംപ്റ്റി ലവ് ആയിട്ട്. ഓൺലി കമ്മിറ്റ്മെൻറ്റ് മാത്രമേ അവിടെയുള്ളൂ, പാഷനും ഇല്ല, ഇൻറ്റിമസിയും ഇല്ല. അങ്ങനെ വളരെ മുന്നോട്ട് പോയിട്ട് അവസാനമാണ് ആ സിനിമയിൽ മാറ്റങ്ങൾ വന്നിട്ട് അതൊരു കൺസ്യൂമേറ്റ് ലവ് എന്ന് പറയുന്ന നമ്മളിത് പറയാൻ പോവുകയാണ്. കൺസ്യൂമേറ്റ് ലവ് എന്താണെന്നുള്ളത് അത് അടുത്ത വരുന്നതിൽ നമ്മൾ പറയുന്നതായിരിക്കും. സോ അങ്ങനത്തെ ഒരു കൺസ്യൂമേറ്റ് ലെവലോട്ട് ലാസ്റ്റ് ആ രാജായിട്ട് ആ സ്റ്റേജിൽ ഡാൻസ് തുടങ്ങിയിട്ട് അത് സുരീന്ദർ സാനിയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ശേഷമാണ് ഒരു തരത്തിലുള്ള ഒരു കൺസ്യൂമേറ്റ് ലെവലോട്ട് ആ ഒരു ഭാവിയിൽ എത്തിച്ചേരാം. സോ രബ്നെ ബനാർജി ജോഡി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. അതിൽ സുരീന്ദർ സാനിയായിട്ട്